ഇന്ന് ലോകൈക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ലോകൈക രാജ്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ബാബിലോൺ സാമ്രാജ്യം, മേധ്യ പേർഷ്യ, യവന സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, അതൊന്നും ഇന്ന് ഈ ഭൂമിയിലില്ല. നമ്മൾ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 2 പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ കണ്ടതാകുന്ന ഒരു ബിംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ബിംബത്തിന്റെ പ്രത്യേകത അവിടെ വായിക്കുന്നുണ്ട്. അത് സമയത്തിന്റെ പരിമിതി കൊണ്ട് അതല്ല ഞാൻ പറയുന്നില്ല. അത് ഈ 4 ലോകൈക രാജ്യങ്ങളെയാണ് കാണിക്കുന്നത്. 1 ബാബിലോൺ സാമ്രാജ്യം, 2 മേധ്യ പേർഷ്യ, 3 യവന സാമ്രാജ്യം, 4 റോമൻ സാമ്രാജ്യം. അപ്പൊ ആ സാമ്രാജ്യമെല്ലാം ഇന്നില്ല. അവിടെ ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലിന്, അദ്ദേഹത്തിന് ഈ നെബൂഖദ്നേസർ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവിനെ തിരുമേനി അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു പറഞ്ഞു വന്ന കല്ല് ഈ ബിംബത്തിന്റെ കാലിൽ അടിച്ചു തകർക്കുന്നതായി കാണാൻ കഴിയുകയാണ്. ആ കല്ല് ഒരു വലിയ സാമ്രാജ്യമായി, രാജ്യമായി മാറുകയാണ്. ക്ലാരൻസ് ഡാർക്ക് എന്ന് പറയപ്പെടുന്ന വലിയ എഴുത്തുകാരൻ, പ്രവചന സ്കോളറായ ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ആ രാജ്യത്തിന് പ്രത്യേക സ്റ്റോൺ കിങ്ഡം എന്നാണ്. അതാണ് ഇളകാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് തന്റെ സഭയെ ചേർത്ത് അതിനു ശേഷമായിട്ട് വീണ്ടും കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വന്നിട്ട് ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുകയാണ്. കർത്താവ് രാജാവായി വാഴുന്ന ഒരു രാജ്യം, ഇളകാത്ത രാജ്യം. ഇളകാത്ത രാജ്യം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവരാജ്യം യേശു കർത്താവിന് മുൻപായി കടന്നു വന്നതാകുന്ന യോഹന്നാൻ സ്നാപകൻ തന്നെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയെന്നാണ്. യേശു കർത്താവ് പ്രസംഗിച്ചത് അത് തന്നെ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. യേശു കർത്താവ് ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസംഗിപ്പീൻ എന്നാണ്. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ദൈവരാജ്യം, യേശുവിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം, ദൈവദാസന്മാർ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം ദൈവരാജ്യം. മാത്രമല്ല അന്ന് മുതൽ ഇന്ന് വരെയും ഒരു സുവിശേഷകനാകുന്ന യുവദാസന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അപ്പൊ ആ ദൈവരാജ്യത്തിലുള്ള പ്രവേശനം സംഭവിക്കുന്നതിന് എങ്ങനെ സംഭവിക്കണമെന്ന് പറയുന്നു. അതിനാ പറയുന്നത് മാനസാന്തരപ്പെടുക, ഞാൻ പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിന്റെ വിശദീകരണം പറയുന്നില്ല. അപ്പൊ ആ ദൈവരാജ്യം എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ദൈവ സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ദൈവരാജ്യം എവിടെയാണ് എന്ന് വെളിപ്പെടുന്നത് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ദൈവരാജ്യം എന്ന് പറയപ്പെടുന്നത് അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. റോമാലേഖനത്തിലുണ്ടായ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അത്രേ. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. ദൈവസഭ ഈ പറയപ്പെടുന്ന നീതിയും സമാധാനവും ആത്മാവുള്ള സന്തോഷമുള്ള ഇടമെന്ന് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ മറ്റെങ്ങുമില്ല. അത് ദൈവമക്കൾ കൂടുന്ന ദൈവസഭയിലാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തണം. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയപ്പെടുന്ന ദൈവസഭ. അതിന്റെ പ്രജകളാകുവാൻ, അതിന്റെ പൌരനാകുവാൻ, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആകുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യമൊരുക്കി. ഇനി അതിവിദൂരമല്ലാത്ത നാളുകൾക്കുള്ളിൽ കർത്താവിന്റെ വാഗ്ദത്തം അനുസരിച്ച് കർത്താവ് ഈ ഭൂമിയിൽ തന്നെ ഒരു ഇളകാത്ത രാജ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആ ഇളകാത്ത രാജ്യത്തിൽ ഇവിടുത്തെ പ്രജകളല്ല നമ്മളവിടെ. നമ്മളാൽ ഈ ലോകം ഭരിക്കപ്പെടുന്ന ഒരു ദിവസം വരുവാൻ പോകുകയാണ്. ഇതിൽ കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യം എപ്പോഴെന്ന് ചോദിച്ചാൽ യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള ആ വലിയ ചിന്ത ഓരോ ദൈവമക്കളെയും ഭരിക്കണം. ദൈവത്തിന് അതിൻ്റെതാകുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. ഒന്ന്, പ്രാപഞ്ചിക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ. 2, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ രാജ്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. 3, മാർഗീയ ലക്ഷ്യങ്ങൾ. പിന്നെ ആത്മീകമായ വിഷയങ്ങൾ വന്ന ലക്ഷണങ്ങൾ. ഇതെല്ലാം പഠിക്കണം. പഠിക്കുമ്പോഴാണ് ന്യായവിധി എന്ന് പറയപ്പെടുന്ന മറ്റൊന്നുമല്ല. കാരണം
സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യോഹന്നാൻ ആദ്യ അധ്യായം പറയുന്നുണ്ട്, സകല ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പൊ സത്യവെളിച്ചമായ യേശു ലോകത്തിലേക്ക് വന്നു. ആ വെളിച്ചത്തെ ലോകം അംഗീകരിക്കാതെ വന്നു. അതിന്റെ ഫലമായിട്ടാണ് ന്യായവിധി സംഭവിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കണം. മറുവശം അത് ലോകത്തിന്റെ അവസ്ഥയാണ്. ലോകം ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ ലോകജാതികൾ ദൈവത്തെ അറിയാതെ വരുമ്പോൾ ആ ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ ന്യായവിധി വരിക എന്നുള്ളത്. അതിന്റെ വിശദീകരണം ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പറയുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യായവിധിക്ക് കാരണമാകുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയോട് യേശു പറഞ്ഞു, ദൈവമക്കളോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ കർത്താവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ദൈവസഭ എന്ന് പറയപ്പെടുന്നത് ഈ ഭൂമിയുടെ ഉപ്പാണ്. ഈ ഭൂമിയെ രുചിപ്പെടുത്തുവാൻ, ഈ ഭൂമിയെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവമാക്കി വെച്ചതാകുന്ന ഉപ്പാണ് ദൈവസഭ എന്ന് പറയുന്നത്. എന്നാൽ ഈ നാളുകളിൽ കർത്താവിനെ പഠിച്ച ഉപ്പിന് കാരമില്ലാതെ പോയാൽ, കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവസഭയിൽ നിന്ന്, കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവമക്കളിൽ നിന്ന്. അങ്ങനെ കാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. കർത്താവ്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാദികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്തു. പ്രവാചകൻ പറയുക, ഈ മനോഹര വസ്തു മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ഇന്ന് ഈ ഭൂമി, ഈ ലോകരാഷ്ട്രങ്ങൾ, ലോകൈക നേതാക്കന്മാർ എല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ലക്ഷണം മറ്റൊന്നുമല്ല, സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന യേശു വാതുക്കലായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ്? അവൻ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആ രാജ്യം കർത്താവ് സ്ഥാപിക്കുന്ന ഇളകാത്ത രാജ്യം ഒഴിച്ച് സകല രാജ്യങ്ങളും സകല സംവിധാനങ്ങളും ഇളകിപ്പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഇന്ന് പകൽക്കാലം ദൈവമക്കളെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാകണം ഇനിയുള്ള കാലങ്ങളിൽ ദൈവഭയത്തോടെ, വിറയലോടെ ദൈവത്തെ സേവിപ്പാനായിട്ട് കഴിയണമെന്ന് ദൈവസന്നിധി ദൈവമക്കളെ ഞാൻ പ്രബോധിപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലം വന്നതാകുന്ന കുറവുകൾ, പരാജയങ്ങൾ ദൈവസ്ഥലിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസ്ഥലിലേക്ക് നമുക്ക് അടുത്തു വരാം. 91 സംഘങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുക. യേശുവിനോട് പറ്റിയിരിക്കുക എന്നുള്ളത്. നമ്മള് പലപ്പോഴും പറയും യേശുവിന്റെ രക്തത്തിന്റെ കവറിങ് നമുക്കുണ്ട് എന്നൊക്കെ. ശരിയാണ്, ഇല്ലെന്നുള്ളതല്ല. പക്ഷേ അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കി ആത്മീയ അർത്ഥം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ യേശുവിനോട് പറ്റിയിരിക്കണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു വന്നാ വായിക്കുന്നത്. അപ്പൊ ദൈവത്തോടുകൂടെ നടക്കുവാൻ നമുക്ക് കഴിയണം. ആസാബ് 70 വർഷപ്പെടുന്നുണ്ട്, എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് ഏറെ നല്ലത്. ആസാബ് ദൈവത്തോടുകൂടെ ഇരിക്കുവാൻ താല്പര്യപ്പെട്ടു. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ അവൻ ദൈവസന്നിധിയിൽ നിന്നു എന്ന് പറയുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ നടപ്പും ഇരിപ്പും കിടപ്പും നിൽപ്പുമെല്ലാം ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പറ്റിയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടിവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയത്തോടും വിറയലോടും കൂടെ ദൈവസന്നിധി നമുക്ക് ചേർന്ന് മുൻപോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ ദൈവ ധ്യാനത്തിലൂടെയും ഒക്കെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിക്കുകയും ഞാൻ ചിന്തിക്കുകയും ചെയ്ത കാര്യങ്ങളുണ്ട്. ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ന്യായവിധി എന്താണെന്ന് ദൈവത്തിന്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്തുവാ, അതാ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിന് നമ്മൾ സേവ ചെയ്യണമെന്ന് ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഇളകാത്ത രാജ്യം എന്ന്. അപ്പോൾ ഇളകുന്നതാണ്, മറ്റുള്ളതെല്ലാം ഇളകുന്നതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ബുക്ക് ഓഫ് ഹഗായി ചാപ്റ്റർ 2 വേഴ്സ് 6 പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കും. ഇവിടെ പറയുകയാണ്, ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ സകല ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. എല്ലാറ്റിനെയും ദൈവം ഇളക്കുമെന്ന പറയപ്പെടുന്നത്. അടുത്ത് പറയുന്നത്, ഞാൻ സകല ജാതികളെയും ഇളക്കും.
നമുക്കറിയാമല്ലോ, മാനവജാതി മുഴുവനും ഭയവിഹുലരായി, മാനസിക സമ്മർദ്ദമുള്ളവരായി, മരണഭീതിയാൽ ജനം ഭയപ്പെട്ട്, അങ്ങനെ നമ്മൾ ഇനിയുള്ള കാര്യം ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സേവിക്കണം. 2 പത്രോസ് ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള കാലങ്ങളിൽ എത്രയും വിശുദ്ധമാരായി ജീവിക്കുവാൻ കഴിയും, അത്രത്തോളം വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. ഭക്തിയോട് അല്ലെങ്കിൽ ഭയത്തോടുകൂടെ ദൈവത്തെ സേവിക്കണമെന്നുള്ള കാര്യം കൂടി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് അതുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കുവോളം നാം നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കുവാനായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.